ഇപ്പൊ ഭയങ്കര ലോ ബഡ്ജറ്റ് പടം ആയതുകൊണ്ടും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് നോക്കിയിട്ടാണോ കാസ്റ്റിംഗ് ചെയ്തത്, അതോ കറക്റ്റ് ആപ്റ്റ് ആയ ആള് മനസ്സിലായി? കാരണം ഞാനൊരു ബിഗിനറല്ല. ഒരു ബിഗിനറെ സംബന്ധിക്കുമ്പോ ഒരാള് ഫസ്റ്റ് അഭിനയിക്കുമ്പോ ഞാൻ അതിൽ അഭിനയിച്ച ഞാൻ ചിലപ്പോ കൊമേഡിയനായി പോകുന്ന ഒരു ചിന്തയുണ്ട്. പിന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് വന്നവര് അത്യാവശ്യം നല്ല, ഞങ്ങളുടെ അവിടെയൊക്കെ ആ ഏരിയയിലൊക്കെ അറിയപ്പെടുന്നവരാണ് വന്നത്. ഞാൻ ആദ്യം ലോക്കലിൽ നിന്ന് തുടങ്ങി, ലോക്കലിൽ അത്യാവശ്യം അറിയപ്പെടുന്നവരെ വെച്ച് ചെയ്തു. സപ്പോർട്ടാണ് മെയിനായിട്ട് ഇത്തരം. കാരണം ബഡ്ജറ്റ് അത് എന്റെ കാൽക്കുലേഷൻ. കാരണം ക്യാമറ എന്റെ കയ്യിൽ പോയി, എഡിറ്റിംഗ് എന്റെ കയ്യിൽ തന്നെ വന്നു, ഡയറക്ഷൻ പിന്നെ കൊടുക്കേണ്ട ആവശ്യം. പിന്നെ കോസ്റ്റ്യൂം എല്ലാവരും ഞാൻ തന്നെ ഡിസൈൻ ചെയ്യണം. ചില കോസ്റ്റ്യൂം നമ്മൾ കൊടുക്കും, ചിലത് അവർ കൊണ്ടുവരും. മേക്കപ്പ് നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളൊരു മൂവി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയാലും മൂവി ആയിക്കട്ടെ എന്ത് ഇറക്കുമ്പോഴും പലപ്പോഴും ആൾക്കാര് അക്സെപ്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഭയങ്കര ബാഡ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, ലൈക്ക് ഇപ്പൊ നമ്മളൊരു മൂവി ഇറക്കി, ഇത്രയും കാര്യങ്ങൾ ഇപ്പോ ഡിബിൻ തന്നെ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു മൂവി ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും ചെയ്തിട്ടും ഒരു ആൾക്കാർ പ്രോപ്പർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരുപാട് ഫിലിംസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു അപ്കമിംഗ് ഡയറക്ടർ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നതാണ് ആ സമയത്ത്. എനിക്ക് വിഷമമൊന്നുമില്ല. ഇല്ല, ഞാൻ എന്റെ ഡ്രീം അല്ല ചെയ്തില്ല. ഞാൻ എന്റെ പടമൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകും. അപ്പൊ ആൾക്കാർ ഇപ്പൊ ഈ മൂവി ഇപ്പൊ ഇറങ്ങാൻ പോവാണ്, ഇറങ്ങിയാലും ക്രിട്ടിസൈസ് ചെയ്താലും ആ ഒരു ഇതിലെടുത്തത് പുതിയൊരു മൂവി തന്നെ. അത്രേ ഉള്ളൂ. പയ്യന മൂവീസ് OTT പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ മാസം ജൂൺ 30 ഇറക്കാനാണ് എന്റെ പ്ലാൻ. പയ്യന മൂവീസ് എന്നാണ് OTT പ്ലാറ്റ്ഫോമിന്റെ പേര്. അതാണ് ഒരു ഷൂട്ട് കഴിഞ്ഞ അപ്പൊ ഒരു ട്രിപ്പ് പോകും. കഥയ്ക്ക് വേണ്ടിട്ട് ഒരു പടം ഈ കഥയുടെ ആ ഒരു ഇതെങ്ങനെ കിട്ടുന്നത്? ഒരു കഥ ഇപ്പൊ വൺ ലൈൻ ആയിട്ട് മനസ്സിൽ വരുന്നല്ലേ? അപ്പൊ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ട്? ഞാൻ ഫോറസ്റ്റിൽ സ്റ്റേ ചെയ്യാൻ ചെയ്യാറുണ്ട്. ഈ കാർഡൻ മുന്നേ അങ്ങനെയാണ് ഇത് കിട്ടിയത്. അവരുടെ അടുത്ത് സ്റ്റേ ചെയ്യുമ്പോ അവരുടെ കുടിലിക്കടൊക്കെ പോകും, നല്ല രസം തോന്നുന്നു. ശരിക്കും നമ്മുടെ ഒരു ലൈഫ് അല്ല അവരുടെ. തോന്നി എന്തുകൊണ്ട് ഇങ്ങനൊരു മൈൻഡിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊരു. പിന്നെ അവരുടെ ഒന്നും ആക്ഷൻ ഇല്ല കേട്ടാ. അവരുടെ നമ്മളെ ആക്ഷനൊക്കെ കോർത്തിണക്കി ഒരു മൂവി വേണ്ട എലമെന്റ്സും കൂടെ അതൊക്കെ ചെയ്ത് ഞാൻ ചെയ്തു. ഇപ്പൊ ഈ ട്രൈബിന് മൂവിയാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ശരിക്ക് ട്രൈബ് എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു കാർഡൻ എന്ന മൂവിയിലൂടെ എന്താണ് ഓഡിയൻസിന് കൊടുക്കുന്നത്? എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർ എലമെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രോപ്പർ എലമെന്റ് അല്ല, ഞങ്ങൾ അതില് ഒരു മിത്താണ്. ഒരു നെഗറ്റീവ് മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് അത് പറഞ്ഞത്. അല്ല, മിത്ത് എന്ന് പറയുമ്പോഴും നമ്മൾ അതിലൊരു മെസ്സേജ് ഹൈഡൻ ചെയ്ത് വെച്ചിട്ടില്ല. അതിൽ ശരിക്കും ഞാൻ സിനിമാറ്റിക് രീതിയിലാണ് ഉണ്ടാക്കിയത്. അതിന് മെസ്സേജ് പറഞ്ഞ ഒരു വില്ലന്റെ ഒരു സൈക്കോയാണ്. എന്നാലും ഇത് മെസ്സേജ് ഉണ്ടാവില്ല അല്ലേ? ഒരു ഗ്രാമത്തിന്റെ നന്മ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. കണ്ടാലേ മനസ്സിലാവുന്ന രീതിയിലല്ലേ? ഫുള്ള് ഞാൻ ചേട്ടൻ കണ്ടു. ഇപ്പൊ ഈ രണ്ടാമത് ഇറങ്ങാൻ പോണ മൂവി എന്ന് പറയുന്നതിന്റെ ടൈറ്റിൽ തന്നെ ഭയങ്കര നോട്ടബിൾ ആണ്. നെഗറ്റീവ് ആണെന്ന് പറയാ, പക്ഷെ എന്നാലും നമ്മുടെ സാത്താന്നൊക്കെ പറയുമ്പോ ആൾക്കാരൊപ്പം തന്നെ ഇതെന്താ അങ്ങനെ ഒരു രീതിയിൽ കണക്ട് ചെയ്യല്ലോ. അതിന്റെ പോസ്റ്റർ ഞാൻ കണ്ടിട്ട് ശരി, ആ ഒരു ഭയങ്കര ഒരു ബ്ലഡ് ഷെഡ് ആയിട്ട് ആ ഒരു ലുക്കില് ഒരു ഭയങ്കര നെഗറ്റീവ് ലുക്കിലുള്ള ഒരു പോസ്റ്റർ അല്ലേ? അപ്പൊ അതിലും ഇങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഹിഡൻ അജണ്ടയോ അങ്ങനെ എന്തെങ്കിലും? സാധാ സ്റ്റോറി. ഒരു എന്താ പറയാ, ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരു പയ്യന് നടക്കുന്ന കുറെ ഇൻസിഡന്റ്. ശരിക്കും പറയാൻ ദൈവത്തിന് നിൽക്കാത്ത കുറച്ച് ടീമുകൾ അതിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി അവസാനം ഒരു പോസിറ്റീവായിട്ടാണ് കഥ എൻഡ് ചെയ്യുന്നത്. പലരും ഇതായിരിക്കില്ല. ഞാൻ ഈ ഒരു കഥയും എങ്ങനെ എവിടെയും ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ കിട്ടിയതാണ് ഈ ത്രെഡ്? അല്ല ഒരു അൺഎക്സ്പെക്ടഡ് അല്ല, ഞാനിപ്പോ ഒരു ഫ്രണ്ടിന്റെ ഒരു ചെറിയൊരു ഇത് കിട്ടി. അല്ല, ഒരു ചെറിയ ഇൻസിഡന്റ് കിട്ടി. ആ ഇൻസിഡന്റ് നമ്മളിങ്ങനെ പുറത്തിണക്കി നമ്മൾ കണക്ട് ചെയ്തു. ഇതിന്റെ സ്ക്രിപ്റ്റ് കാർഡന്റെ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തത് ശരിക്കും ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1.5 ദിവസത്തിനുള്ളിൽ ഞാൻ സ്ക്രിപ്റ്റ് കഥ ഫുള്ള് സെറ്റാക്കി. 1.5 ദിവസം കൊണ്ട്. പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുറത്തിനല്ല ഷൂട്ടിങ് ചെയ്യാനാണ്. പിന്നെ അടുത്ത് പെട്ടെന്ന് ചെയ്യണം, പിന്നെ ഓട്ടാണ്, പിന്നെ ലൊക്കേഷൻ കണ്ട് ചെയ്യാം, പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പരിപാടി ചെയ്തത്. സാത്താൻ അതുപോലെ തന്നെ 2 മണിക്കൂറിന്റെ പടം ചെയ്തത്. പക്ഷെ സാധാരണ എനിക്ക് പേടി നടന്നു, 2 മണിക്കൂർ ഡ്യൂറേഷൻ കിട്ടുന്നൊരു പേടി ഉണ്ടായിരുന്നു. ചെയ്ത് തന്നപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഡബിങ് നടന്നുകൊണ്ടിരിക്കുക സാത്താന്റെ. അതിന്റെ ടീസർ തന്നെ ഓർഡർ, ടീസർ ട്രെയിലർ, ഒരു സോങ് ഉണ്ട് അതില്, ഒരു
റൊമാൻറ്റിക് ഹീറോയാണ് പടത്തിലിരിക്കുന്നത്. പുള്ളിയാണ്. ഞാൻ പോസ്റ്റർ ഉണ്ട്. ഇത് 55 മിനിറ്റ് കാണാൻ. കാണാൻ 55 മിനിറ്റ്. സാധാരണ ജൂൺ 30 OTT. മറ്റേത് ഇച്ചിരി വൈകാതെ ഡബിങ് നടന്നു. അത് മിക്സ് ചെയ്യണം, സൗണ്ട് മിക്സ് ചെയ്യണം. അതൊരു OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ അത് പയ്യന മൂവീസ് OTT കാണാം. അടുത്തൊരു മോഹൻലാൽ പ്രിയദർശനം പറയാം. മോഹൻലാൽ നമ്മളെ ആക്ട് ചെയ്യുന്ന ആള്, പ്രിയദർശനം ഡയറക്ട് ചെയ്യുന്ന ആള്. ആ ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞത്.